അപ്പോൾ വീണ്ടും ഒരു വലിയ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിവിടുത്തെ ലാസ്റ്റ് ഡേ ആണിന്ന്. നമ്മൾ രാവിലെ എണീറ്റു. ഇനി നമുക്ക് ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ നമ്മൾ റെഡി ആയിതേ ഇറങ്ങി. ഇപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായ അല്ല, കട്ടനായിരിക്കും. കട്ടൻ കുടിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ജീപ്പ് സഫാരി ഉണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ പോയവർ ആനിമൽസിനെ കണ്ടു എന്നാണ് പറയുന്നത്. നമുക്ക് എത്രമാത്രം കാണാൻ പറ്റും എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Turn this room, turn it to an ocean. Let me float around. Eyes closed, like we're dreaming even when we're not. You and me got a whole other meaning, I don't know how. You and me just know how it feels when we're falling in love. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. We can do nothing at all. So what, if you're stupid then you know it's nothing wrong. You and me got a whole other meaning, I don't know how. You and me just know how it feels when we're falling in love. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. അപ്പോൾ നമ്മളൊരു ജീപ്പ് സഫാരി അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ബസ് സഫാരിയാണ്. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മൾ തന്നെ 8 പേരുണ്ട്. കുഞ്ഞും കൂടിയിട്ട് 8 പേര്, പിന്നെ ഒരു 3 പേര് റിസർച്ചിങ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടിയിട്ട് ജീപ്പിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു 2 ജീപ്പ് വേണം. അപ്പോൾ പിന്നെ അവർ ബസ്സാക്കി. എനിവേ, അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ആനിമൽസിനെ ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം ബസ്സല്ലേ, നല്ല സൗണ്ടാണ്. ഇത് ഇങ്ങനെ അതും നല്ല ഇളകി കിടക്കുന്ന റോഡാണ്. നല്ല ടാറുള്ള റോഡുണ്ട്, പക്ഷേ കുറച്ച് സ്ഥലങ്ങളിൽ, നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഇളകി കിടക്കുന്ന റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും സൗണ്ട് കേൾക്കുമ്പോഴേ ഒരു ആനിമൽസും റോഡിൽ നമുക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ലല്ലോ. പിന്നെ 1-2 എണ്ണത്തിനെയൊക്കെ കണ്ടു. പിന്നെ ഇങ്ങനെ ദൂരെ നിന്നിട്ട് അവർക്കറിയാമല്ലോ എവിടെ എന്ത് ആനിമലാണ് കാണുന്നതെന്നുള്ളത്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ ദൂരെ നിന്നിട്ട് കുറേയൊക്കെ കണ്ടു, അല്ലാതെ അടുത്ത് നമുക്കൊന്നിനെയും കാണാൻ പറ്റിയില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഗോഫർ ട്രീ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്, നോഹയുടെ പേടകം, അതിൻ്റെ എന്തോ ഒരു സംഭവമാണ്. എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല. ഞാൻ എന്തായാലും അത് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ, അപ്പം നിങ്ങൾക്ക് അത് വായിക്കാമല്ലോ എന്താണെന്നുള്ളത്.
അങ്ങനെ നമ്മൾ ആനവണ്ടിയൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ KFDCയുടെ തന്നെ, KFDCയുടെ അല്ല, ഇതുപോലത്തെ ഒരു ടൂറിസം കോർപ്പറേഷൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഇതുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് പാക്കേജിലാണ് വന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിങ്ങും ഒക്കെ ചെയ്യാം. ഇവിടെ തന്നെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ അവരുടെ പാക്കേജിലുള്ളത് കൊണ്ട് നമുക്കിവിടെ ഫ്രീ എൻട്രി ആണ്. ഇവിടെ പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷത്തിൻ്റെ മരം, അതിൻ്റെ താഴെ ഒരു 10,000-2,000 രുദ്രാക്ഷം കിടപ്പുണ്ട്. നമ്മൾ പക്ഷെ ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾ ഈ ഗവിയിൽ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഫസ്റ്റ് തന്നെ ഒരു കോട്ട് എന്ന് പറയുന്നത് ലീവ് ഓൺലി ഫുട് പ്രിൻറ്റ്സ് ആൻഡ് ടേക്ക് മെമ്മറീസ്, അതാണ് പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ നമ്മളെല്ലാവരും ചെയ്യുക. പുറത്തുനിന്നൊന്നും ഇവിടെയും കൊണ്ടുവന്നിടാൻ പാടില്ല. ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ പല തരത്തിലുള്ള പല സ്പീഷീസിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ എന്ന് തോന്നും, പക്ഷെ നമ്മളതൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ആ രുദ്രാക്ഷത്തിൻ്റെ മരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ മരം ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം, ഇവിടുത്തെ ഗൈഡ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഗൈഡ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഫോട്ടോസ് എടുത്തു തരും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഫോട്ടോസ്, വീഡിയോസ് എടുക്കണമെങ്കിൽ വീഡിയോസ്, അവരുടെ ഐഡിയാസിൽ അവർ നമുക്ക് എടുത്തു തരും. അപ്പം അത്ര നല്ല സർവീസാണ് അവരുടേത്. പിന്നെ രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഫുഡാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമ്മൾ ഇഡലിയും സാമ്പാറും ഒക്കെ സ്ഥിരം കഴിക്കുന്ന ഫുഡാണെങ്കിൽ കൂടി അവിടെ ചെന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ കുറച്ച് പേർക്കാണെങ്കിലും അവർ കുറേ വെറൈറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇഡലി, സാമ്പാർ, ചമ്മന്തി, ഉപ്പുമാവ് വേണ്ടവർക്ക് ഉപ്പുമാവ്, പഴം, അവൽ വിളയിച്ചത്, പിന്നെ ബ്രെഡ് സാൻഡ്വിച്ച് വേണ്ടവർക്ക് വിത്ത് ഓംലേറ്റ്. ഇത്രയൊക്കെ പോരെ നമുക്കൊരു എന്താ പറയുക ഗവൺമെൻറ് സ്റ്റേയിൽ. അതും അത്യാവശ്യം നല്ല റേറ്റും ഒന്നുമില്ല, നമുക്ക് അഫോർഡബിൾ റേറ്റുമാണ്. എന്നാലും ഫുഡും അടിപൊളിയായിരുന്നു. അതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മുടെ വയറ് നിറയുന്നതാണ് കണക്ക്. ഇത്രയും എടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളിനിയും സഫാരിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇനി നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. അപ്പോൾ ട്രക്കിങ്ങിന് പോണേന് മുന്നേ നമ്മൾ അവിടെ വെച്ചെടുത്ത് കുറച്ച് ഫോട്ടോസ് കാണാം. പിന്നെ നമ്മളിതേ ട്രക്കിങ്ങിനിറങ്ങി കാണുന്ന പോലെ അത്ര സിമ്പിളല്ല എന്ന് മനസ്സിലായി. ഞാൻ ഇത്രയും വലിയൊരു ട്രക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇതൊരു കുന്നിൻ്റെ നേരെ താഴേന്ന് കുത്തനെ മുകളിലോട്ട് കയറുകയാണ്. എന്താ നല്ല സേഫായിട്ട് നമുക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കയറാവൂ. ഇല്ലെങ്കിൽ ഒന്ന് തെറ്റിയാൽ നമ്മൾ നേരെ താഴേക്കാണ്, നോക്കേണ്ട കാര്യമില്ല പിന്നെ. പക്ഷേ ഇവർ നിത്യാഭ്യാസി ആന എടുക്കുമെന്ന് പറയുന്ന പോലെ ഇവർ കയറുന്ന കാണാൻ എന്ത് സിമ്പിളായിട്ടാണെന്നറിയോ. ഞാനൊക്കെ മുകളിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കിടന്നാൽ മതിയെന്നായി. പക്ഷെ ഇവർ നമ്മുടെ കൂടെ വന്ന ഗൈഡ് കയറുന്നത് എത്ര സിമ്പിളായിട്ടാണെന്നറിയോ. പിന്നെ അത് മാത്രമല്ല, അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും നോക്കി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ മുകളിൽ എത്തിയിട്ടുണ്ടാവും.
അങ്ങനെയാണ്. പിന്നെ അവർ കയറുമ്പോൾ നമുക്ക് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അത് ചെടികളുടെ സ്പീഷീസ് ആണെങ്കിലും അങ്ങനെയൊക്കെ. ശരിക്കുള്ള പുൽത്തൈലം ഇങ്ങനെ ഇങ്ങനെ ഇല പറിച്ചിട്ട് നമുക്കിങ്ങനെ തന്നു. എന്തും നല്ല അടിപൊളി സ്മെല്ലാണതിന്. പിന്നെ നമ്മൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറാനാവുന്നവർ മാത്രമേ കയറാവൂ, കാരണം കാല് തെറ്റിയാൽ താഴെയാണ്, അതിനകത്ത് ഒരു സംശയവും ഇല്ല. പിന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ വൺസ് എങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ ട്രക്കിങ്ങിന് പോയി നടന്ന് തളർന്നു വന്നപ്പോഴത്തേക്ക് ഇതേ ഇവിടെ ഊണ് റെഡിയാണ്. സദ്യയാണ് വിത്ത് പായസം. നല്ല അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടുന്ന് വേഗം തന്നെ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് 6 മണിക്ക് മുന്നേ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യണം. അങ്ങനെ നമ്മളൊരു നല്ല ട്രിപ്പിന് ശേഷം നമ്മൾ ദേ നാട്ടിലേക്ക് തിരിച്ച് പോവാണ്. നമ്മൾ ഇറങ്ങുന്നത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴിയാണ്. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് എത്തും. അങ്ങോട്ടേക്ക് വലിയ ദൂരമില്ല, പക്ഷേ ആങ്ങമൂഴിയിൽ നിന്ന് ഗവിക്ക് ഇതിനേക്കാൾ ദൂരമുണ്ട്. പിന്നെ നമ്മളിങ്ങനെ സങ്കടത്തിലിരിക്കുകയായിരുന്നു. നമ്മൾ ആനേനെ ഒന്നും കണ്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ ചെന്ന് പെട്ടത് ആനയുടെ മുന്നിലോട്ടാണ്. ഒരു രണ്ട് വലിയ ആനയും ഒരു കുഞ്ഞാനയും ഉണ്ടായിരുന്നു. അവർ ഈ കരിമ്പല്ലല്ലോ, അങ്ങനെ ഇവർ തിന്നുന്ന ഒരു ഇല്ലേ, ദേ ഈ പുല്ല്, അത് കഴിക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. നല്ല ബ്രൗൺ കളറ് കാട്ടാനയാണ്. അപ്പോൾ എന്തായാലും ആനയെ കണ്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അവിടെ വെച്ച് തീർന്നു. പിന്നെ അത് റോഡിലോട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ നമ്മുടെ കാര്യത്തിനും ഒരു തീരുമാനമായേനെ. എന്തായാലും റോഡിലോട്ടൊന്നും ഇറങ്ങിയില്ല. നമ്മൾ പതിയെ അധിക നേരം അവിടെ വണ്ടി നിർത്തിയിടാതെ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോന്നു. അപ്പോൾ എന്തായാലും വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടത് നിങ്ങളെയും കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കൂടിയിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഇതിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.